Praise the Lord. It's always a privilege for us to be in the midst of the people of God. And we know that your prayers are with us always. And we are also praying for you. And this is a wonderful time for us too. And especially as my mother mentioned, they lived a blessed life last 50 years together. And their family life was a blessing, and first 10 years, as many of you know, they didn't have children. I was born 11th year of their wedding. So God blessed us still, and they are a blessing to us. And we know that all your prayers are with all of us, and thank you. Thank you for this time. And you all know that Pastor is from my town, Kozhikode town. So, വളരെ അടുത്ത ബന്ധവുമുണ്ട് ഇന്ന് രാത്രി പകൽക്കാലം. I'm so privileged to have, and as a church we are privileged to have him. And now I invite Pastor to come forward and speak the word and sound the message. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. Praise the Lord. എല്ലാവർക്കും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. Greetings to you all in the name of our Lord Jesus Christ. എല്ലാവരെയും അനുഗ്രഹിക്കപ്പെട്ട ഈ കർത്തൃദിവസത്തിന്റെ പകൽക്കാലം സന്തോഷത്തോടെ കാണുവാൻ കഴിഞ്ഞതിൽ ഞാനും സന്തോഷിക്കുന്നു. I'm also very happy to see you all happy on a Lord's Day. ദൈവം നമ്മെ ഇത്രത്തോളം സഹായിച്ചു. എൻ്റെ സഹധർമ്മിണി പറഞ്ഞതുപോലെ 50 വർഷക്കാലം ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ മാത്രമല്ല എൻ്റെ ജനനം മുതൽ ഇന്നുവരെയും എൻ്റെ ദൈവം നല്ലവനായിരുന്നു, എന്നെ നടത്തി സഹായിച്ചു. അമേരിക്കയിൽ ഞാൻ 4-ാം പ്രാവശ്യമാണ് വരുന്നത്. ഈ 4 പ്രാവശ്യവും ഈ സഭയിലേക്ക് കടന്നു വരുവാൻ എനിക്ക് ഇടയായി. നിങ്ങളെന്നെ സ്വീകരിച്ചു. ഞാൻ സന്തോഷിക്കുന്നു. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. As my wife mentioned, last 50 years, God was a blessing in our family life. Not just that, from my very young age onwards, God blessed me throughout my lifetime, and I was also privileged to come to America last 4 times, and was privileged to worship God with you. Hallelujah, hallelujah. Pastor പറഞ്ഞതുപോലെ ഞാൻ കോഴിക്കോട് പട്ടണത്തിലാണ് താമസിക്കുന്നത്. As Pastor mentioned, I live in Kozhikode city. കുടുംബ ജീവിതത്തോട് ചേർന്ന സഭാ ജീവിതവും അതുപോലെ ഒരു സോഷ്യൽ സർവീസ്, പ്രായം ചെന്ന ആളുകളെ നോക്കുന്ന ഒരു ചെറിയ ശുശ്രൂഷയും ഞാൻ നടത്തി വരികയാണ്. As Pastor mentioned, I am from Kozhikode, and we are in the Lord's field, and also we are doing a social service taking care of the senior citizens. ഞങ്ങൾ കഴിഞ്ഞ 8-ാം തീയതി കോഴിക്കോട് നിന്ന് പുറപ്പെട്ടു. ദുബൈയിൽ 2-3 ദിവസം താമസിച്ചു. 12-ാം തീയതി അമേരിക്കയിലെത്തി. We left Calicut on 8th, and 2-3 days we spent in Dubai, and 12th we reached in America. കുറഞ്ഞ ദിവസങ്ങളെ ആയിട്ടുള്ളെങ്കിലും ഞങ്ങൾ വിട്ടേച്ചു വന്നിരിക്കുന്ന ഞങ്ങളുടെ ഭവനവും അവിടെയുള്ള പ്രായം ചെന്ന ആളുകളും എത്രയും വേഗം കടന്നു ചെല്ലുവാനായിട്ട് അവർ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. Even though we were here only for a few days, the house that we left, the people who live over there, and they are asking us to come back quickly. 2 മാസത്തേക്കാണ് ഞങ്ങളുടെ യാത്രയ്ക്കുള്ള ടിക്കറ്റ് എടുത്തിരിക്കുന്നത്. ആ 2 മാസം കഴിയുമ്പോൾ മടങ്ങി പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. We are here with the ticket of 2 months, and we are planning to go back within that time. അപ്രകാരം തന്നെ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന പോലെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഞാൻ വേഗം വരും എന്ന് വാഗ്ദത്തം ചെയ്തു. അവൻ ഇത്രയും കാലം 2000 വർഷമായിട്ടും വന്നിട്ടില്ല. എന്നാൽ തീർച്ചയായും അവൻ വാഗ്ദത്തം ചെയ്ത പോലെ തന്നെ വരും എന്ന് നമുക്ക് പൂർണ്ണമായി വിശ്വസിക്കാം. As our Lord Jesus Christ promised us, we know that our God is going to come, our Lord is coming, but as He promised, we believe that He is coming. His coming is at hand.
ഞങ്ങളുടെ സഭയിൽ കുറച്ച് പേരെ കൂടി വരുന്നുള്ളൂ. എന്നാൽ അവിടെ ഒരു പ്രത്യേക സഹോദരൻ, ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരു സഹോദരൻ രാജൻ വരുന്നുണ്ട്. അദ്ദേഹം വളരെ ദൂരത്തു നിന്നാണ്, ഒരു 50 മൈൽ ദൂരത്തു നിന്നാണ് വരുന്നത്. പലരും അദ്ദേഹത്തോട് ചോദിക്കാറുണ്ട്, എന്താണ് ഇത്രയും ദൂരത്തിൽ നിങ്ങൾ പോകുന്നതിൻ്റെ കാരണം എന്നാ ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത്, സ്നേഹം ഉള്ളിടത്താണ്, സ്നേഹം ലഭിക്കുന്നിടത്താണ് ഞാൻ പോകുന്നത് എന്ന് പറയാറുണ്ട്. We have a blind brother in our church. When people ask him why you're traveling 50 miles to go and attend this church, and he says like, I'm going to a place where I get a bit of love. ഇവിടെ വന്നപ്പോൾ ബഹുമാനപ്പെട്ട പാസ്റ്ററുടെയും ഈ സഭയുടെയും സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞപ്പോൾ ആ സഹോദരൻ പറഞ്ഞ വാക്ക് ഓർക്കുകയായിരുന്നു ചെയ്തത്. I was just reminded the words of that brother when I come here and also enjoy the love of pastor and the church members. ഡാലസിലായിരുന്നെങ്കിൽ എല്ലാ കർത്തൃ ദിവസങ്ങളിലും ഇവിടെ വരാൻ എനിക്ക് കഴിയുമായിരുന്നു. പക്ഷേ ദൂരത്തായതുകൊണ്ട് കഴിയുന്നില്ല. എന്നാൽ തീർച്ചയായും ഇവിടെ കിട്ടുന്ന അവസരങ്ങളെ ഞാൻ കടന്നു വരികയും നിങ്ങളുടെ കൂടെ ഇന്ന് നമ്മൾ അനുഭവിച്ചതുപോലെ അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മയിൽ ഒന്നിച്ച് സന്തോഷിക്കുവാനായിട്ട് ദൈവം എനിക്ക് സഹായിച്ചു, ഇനിയും സഹായിക്കും എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. My intention is to come here and worship with you every Sunday. It would have been possible if I was living here, but since I am living a little far away from here, that is not possible right now. 122 സങ്കീർത്തനത്തിലെ ഇപ്രകാരം നമ്മൾ വായിക്കുന്നു, യഹോവയുടെ ആലയത്തിലേക്ക് നമുക്ക് പോകാം എന്ന് അവർ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. Psalms 122 says like this, when they told me, when they said to me, let us go to the house of the Lord, and I was happy to hear that. യഹോവയുടെ ആലയത്തിലേക്ക് പോകാം എന്ന് അവർ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. യഹോവയുടെ ആലയത്തിൽ പോകുന്നത് വാസ്തവത്തിൽ നമ്മുടെ ജീവിതത്തിന്റെ സന്തോഷമാണ്. I was glad when they told me, let us go to the house of the Lord, and that is our joy. നാം സന്തോഷത്തോടെ കടന്നു വരുമ്പോൾ നമ്മൾ അതിനുശേഷം വായിക്കുന്നത്, തമ്മിലിണങ്ങിയ നഗരമായ യെരൂശലേമേ, അവിടേക്ക് ഗോത്രങ്ങൾ, യഹോവയുടെ ഗോത്രങ്ങൾ തന്നെ ഇസ്രായേലിന് സാക്ഷ്യത്തിനായി, യഹോവയുടെ സാക്ഷ്യത്തിനായി കയറി വരുന്നു. There we read, Jerusalem is built as a city that is compact together, to which the tribes go up, even the tribes of the Lord. നാം സന്തോഷത്തോടെ ദൈവത്തിന്റെ ആലയത്തിലേക്ക് വരുമ്പോൾ നമുക്ക് പിന്നിലായിട്ട് ഗോത്രങ്ങളായി കയറി വരുവാനായിട്ട് ദൈവം ഇതാ വഴി ഒരുക്കുകയാണ് ചെയ്യുന്നത്. When we come into the house of the Lord with gladness, several tribes will be coming behind us. ദൈവാലയത്തിൽ വരുന്ന സമയത്ത് ഞാൻ 3 കാര്യങ്ങൾ ആദ്യം തന്നെ ഒരു കുറിവാക്യമായിട്ട് ഓർപ്പിക്കട്ടെ. ഒന്ന്, 100-ാം സങ്കീർത്തനം നമ്മൾ വായിക്കുന്നു, യഹോവയുടെ ആലയത്തിൽ അതിന്റെ വാതിൽക്ക് വരുമ്പോൾ സ്തോത്രത്തോടും അതിന്റെ പ്രാകാരങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ സ്തുതിയോടും കൂടെ വരുവീൻ. Let me remind you certain things of what we need to do when we come into the presence of God. The first thing is serve the Lord with gladness, come before Him with joyful singing. നാം ദൈവത്തിന്റെ ആലയത്തിൽ വരുമ്പോൾ സ്തോത്രത്തോടും നാം സ്തുതിയോടുകൂടെ, സങ്കീർത്തനക്കാരൻ പറയുന്ന പുതിയ പാട്ടുകളെ പാടിക്കൊണ്ട്, ഇവിടെ പാടിയതായ പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ സ്വർഗം സന്തോഷിക്കുന്ന, ആ നമ്മെ സന്തോഷിപ്പിക്കുകയും സ്വർഗം സന്തോഷിക്കുകയും ചെയ്യുന്ന പുതിയ പാട്ടുകളെ പാടിക്കൊണ്ട് ദൈവത്തെ ആരാധിക്കുവാനായിട്ട് ഇതാ ഭൂമിയിലെ ശ്രേഷ്ഠന്മാരായിട്ടുള്ള വിശുദ്ധന്മാർ, അവരെനിക്ക് പ്രസാദമുള്ള ശ്രേഷ്ഠന്മാരാണ് എന്ന് ദൈവം തന്നെ അരുളി ചെയ്യുകയുണ്ടായി. When we enter into the gates with thanksgiving and His courts with praise, that's how we need to enter into a temple of praise. രണ്ടാമതായിട്ട് റോമർക്കെഴുതിയ ലേഖനത്തിലെ 16-ാം അധ്യായത്തിൽ 16-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ പറയുന്നത്, സകല വിശുദ്ധന്മാരെയും വന്ദനം ചെയ്യുവീൻ. അതിനുശേഷം പറയുന്നത്, നിങ്ങൾ ഓരോരുത്തരും തമ്മിൽ വിശുദ്ധ ചുംബനത്താൽ വന്ദനം ചെയ്യുവീൻ. ക്രിസ്തുയേശുവിലുള്ള സകല സഭകളും നിങ്ങളെ വന്ദനം ചെയ്യുന്നു. Romans chapter 16 verse 16 says, greet one another with a holy kiss, and all the churches of Christ greet you in the same manner. ക്രിസ്തുയേശുവിലുള്ള സകല സഭകളും നിങ്ങളെ വന്ദനം ചെയ്യുന്നു, നിങ്ങളും വന്ദനം ചെയ്യുവീൻ. നിങ്ങളുടെ വന്ദനം തമ്മിൽ ചുംബനത്തോടുകൂടി, വിശുദ്ധ ചുംബനത്തോടുകൂടി വന്ദനം ചെയ്യുവീനെന്ന് ഇവിടെ പ്രത്യേകമായിട്ട് ഓർമ്മിക്കുന്നു. It reminds especially that all the churches of Christ greet you and greet one another with a holy kiss. മൂന്നാമതായിട്ട് അപ്പോസ്തലനായ പൗലോസ് തിമോഥെയോസിന് എഴുതിയ 1-ാമത്തെ ലേഖനം 2-ാം അധ്യായത്തിന്റെ അതിന്റെ 8-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, ഇപ്പോൾ പുരുഷന്മാരെല്ലാവരും തങ്ങൾ
തങ്ങളുടെ തങ്ങൾ കോപവും ക്രോധവും ഒഴിവാക്കി തങ്ങളുടെ വിശുദ്ധ കരങ്ങളെ ഉയർത്തി ദൈവത്തോട് പ്രാർത്ഥിക്കണം എന്ന് ഞാൻ പ്രത്യേകമായിട്ട് അപേക്ഷിക്കുന്നു, അല്ലെ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന്. 1 Timothy chapter 2 verse 8 says like this: Therefore I want the men in every place to pray, lifting up holy hands without wrath and dissension. പുരുഷന്മാരെല്ലാവരും തങ്ങളുടെ കോപവും ക്രോധവും ഉപേക്ഷിച്ച് തങ്ങളുടെ വിശുദ്ധ കരങ്ങളെ ഉയർത്തി പ്രാർത്ഥിപ്പീൻ, അല്ലാതെ പ്രാർത്ഥിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ് അപ്പോസ്തലനായ പൗലോസ് പറയുണ്ടായി. Here Apostle Paul says like all men should come into the presence of God without wrath and dissension. അതുപോലെ തന്നെ അവണ്ണം തന്നെ അതിന് ശേഷമുള്ള വാക്യങ്ങൾ അവണ്ണം തന്നെ 9-ാം വാക്യം മുതൽ 15-ാം വാക്യം വരെ സഹോദരിമാരെ കുറിച്ച് സ്ത്രീകളെ കുറിച്ച് എഴുതിയിരിക്കുന്നതാണ്. അവരും അങ്ങനെ തന്നെ ചെയ്യണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. The same chapter verse 9 to 15 talks about women and they should also obey the same manner. 8-ാം വാക്യത്തിൽ പുരുഷന്മാർ എങ്ങനെയായിരിക്കണമെന്നും 9-ാം വാക്യം മുതൽ 15-ാം വാക്യം വരെ സ്ത്രീകൾ എങ്ങനെയായിരിക്കണമെന്നും അഥവാ ദൈവം നമ്മെ കൊണ്ട് എപ്രകാരമാണ് ആഗ്രഹിക്കുന്നത് എന്നുമാണ് അവിടെ പ്രത്യേകമായിട്ട് എഴുതിയിരിക്കുന്നത്. Verse 8 and 9 onwards, it says like how men and women should act when we go to the church of God. തിമോഥെയോസ് ലേഖനം തന്നെ 1-ാം അധ്യായത്തിന്റെ 3-ാം അധ്യായം അതിന്റെ 15-ാം വാക്യത്തിൽ ഇപ്രകാരം നമ്മൾ വായിക്കുന്നു: ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ദൈവാലയത്തിൽ നടക്കേണ്ടത് എങ്ങനെയെന്ന് നീ അറിയേണ്ടതിന് ഇത് എഴുതിയിരിക്കുന്നു. Chapter 3 verse 15 says like this: I write so that you will know how one ought to conduct himself in the household of God. നാം ഓരോരുത്തരും അറിയേണ്ടതിനായിട്ടാണ് ഈ വചനം അഥവാ ദൈവം തന്റെ വചനത്തെ ലോകത്തിലേക്ക് അയച്ചതും ഈ വചനം എഴുതിയിരിക്കുന്നത്. God has given us the word of God for us to obey and for us to follow it. നമുക്ക് തുടർന്ന് ഇന്നത്തെ ചിന്തയ്ക്കായിട്ടുള്ള വേദഭാഗത്തിലേക്ക് വരാം. ഞാൻ ആമുഖമായി മാത്രം ഈ 3 വാക്യങ്ങൾ ഉദ്ധരിച്ചതാണ്. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം. John chapter 10 verse 8. എനിക്ക് മുമ്പേ വന്നവരൊക്കെയും എല്ലാവരും കള്ളന്മാരും കവർച്ചക്കാരും അത്രേ. 10:8. All who came before me are thieves and robbers. 10-ാം വാക്യത്തിലെ മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. The thief comes only to steal, kill and destroy. 12-ാമത്തെ വാക്യത്തിലെ ഇടയനും ആടുകളുടെ ഉടമസ്ഥനും അല്ലാത്ത കൂലിക്കാരൻ ചെന്നായി വരുന്നത് കണ്ടു ആടുകളെ വിട്ട് ഓടിക്കളയുന്നു. Verse 12, he who is hired hand, not a shepherd, who is not the owner of the sheep, sees the wolf coming and leaves the sheep and flees. ചെന്നായി അവയെ പിടിക്കുകയും ചിന്നിച്ച് കളയുകയും ചെയ്യുന്നു. And the wolf snatches them and scatters them. 10-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ കാര്യം കർത്താവായ യേശുക്രിസ്തു ഈ കാര്യങ്ങളെ പ്രസ്താവിച്ചപ്പോൾ വാസ്തവത്തിൽ നമുക്ക് തന്നെ ചില ചിന്ത മനസ്സിൽ ചില ചിന്തകൾ അതായത് എനിക്ക് മുമ്പേ ഉണ്ടായിരുന്ന എനിക്ക് മുമ്പേ വന്നവരൊക്കെ എന്നാ പറഞ്ഞത് എനിക്ക് മുമ്പേ വന്നവരൊക്കെയും കള്ളന്മാരും കവർച്ചക്കാരുമായിരുന്നു എന്ന്. We may doubt when we hear this that when Jesus said that all those who came before me are thieves and robbers. ഇത് പ്രസംഗിച്ചപ്പോൾ അതിന്റെ 20-ാം വാക്യത്തില് അവരിൽ പലരും അവന് ഭൂതമുണ്ട്, അവൻ ഭ്രാന്തനാകുന്നു, അവന്റെ വാക്ക് കേൾക്കുന്ന എന്തിന് എന്ന് പറഞ്ഞു. When Jesus said these words, many of them were saying he has a demon and he is insane. Why do you listen to him? മറ്റു ചിലർ ഇത് ഭൂതഗ്രസ്തന്റെ വാക്കല്ല, ഭൂതത്തിനെ കുരുടന്മാരുടെ കണ്ണ് തുറപ്പാൻ കഴിയുമോ എന്ന് പറഞ്ഞു. Others were saying these are not the sayings of one demon possessed. A demon cannot open the eyes of the blind, can he? നമുക്കറിയാമല്ലോ എനിക്ക് മുമ്പേ വന്നവരൊക്കെയും കള്ളന്മാരും കവർച്ചക്കാരുമായിരുന്നു എന്ന് യേശു പ്രസ്താവിച്ചപ്പോൾ അത് മുഖം നോക്കാതെ വസ്തുത അല്ലെങ്കിൽ സത്യം വെളിപ്പെടുത്തുകയാണ് ചെയ്തത്. When Jesus said this, these words that all who came before me are thieves and robbers, he was saying a fact. യേശു മനുഷ്യരുടെ മുഖം നോക്കാതെ പിതാവായ ദൈവത്തിന്റെ ഇഷ്ടം
വെളിപ്പെടുത്തുകയും അഥവാ തന്നോട് പിതാവ് കൽപ്പിച്ച കാര്യങ്ങളെ അവൻ വെളിപ്പെടുത്തുകയും ചെയ്തപ്പോൾ പലർക്കും അവനിൽ നീരസമുണ്ടായി അല്ലെങ്കിൽ ഇടർച്ചയുണ്ടായി. When Jesus said all these words, the words that his father wanted to people to hear, several people didn't like these words. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നപ്പം ഞാനാകുന്നു, ഞാൻ ജീവനുള്ള അപ്പമാകുന്നു എന്ന് കർത്താവ് പറഞ്ഞപ്പോൾ, ഈ അപ്പം തിന്നുന്നവൻ എന്നേക്കും ജീവിക്കും എന്ന് പറഞ്ഞപ്പോൾ അവർ പലർക്കും അത് മനസ്സിലാക്കാൻ കഴിയാതെ ഇതെന്തോ ഒരു ഉപദേശം എന്ന് പറഞ്ഞ് അവർ പലരും അവനെ വിട്ടുപോയി. When Jesus said that I am the bread of life, several people were not able to comprehend what he is saying. Several people left him after that. നമുക്കറിയാം, പഴയ നിയമസഭാകാലത്ത് എത്രയോ വിശുദ്ധന്മാർ, അതായത് ദൈവത്തോട് കൂടെ നടന്നവരുണ്ട്, അവന്റെ മനോഹരത്വം കണ്ടവരുണ്ട്, അവന്റെ കൽപ്പന അനുസരിച്ച് ഇറങ്ങി പുറപ്പെട്ടവരുണ്ട്, അവന് വേണ്ടി ജീവത്യാഗം ചെയ്തവരുണ്ട്, അവന് വേണ്ടി അതായത് ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിച്ച് തീച്ചൂളയിലേക്ക് പോകാൻ പോലും പഠിക്കാതെ, അല്ലെങ്കിൽ സിംഹത്തിന്റെ കുഴിയിലേക്ക് പോലും പോകാൻ മടിക്കാതെ ദൈവത്തിന് വേണ്ടി സമ്പൂർണ്ണമായി സമർപ്പിക്കപ്പെട്ട അനേക വിശ്വാസ വീരന്മാരെ കുറിച്ച് നമുക്കറിയാം. In the Old Testament times, we know several believers and several people, several warriors of God who were even ready to go into the fire, into the fiery furnace. We know about all these people who stood for our God. അങ്ങനെ വിശുദ്ധന്മാരായ പൂർവിക പിതാക്കന്മാരെ കാണാനിട്ടല്ല, അറിയാനിട്ടല്ല, അവരോടുള്ള ദൈവത്തിന്റെ സ്നേഹം മറച്ചു വെച്ചിട്ടല്ല കർത്താവായ യേശുക്രിസ്തു ഈ കാര്യം പ്രസ്താവിച്ചത്. Jesus said these words without knowing any of those sacrifices of the Old Testament warriors. നമുക്കറിയാമല്ലോ, അബ്രഹാം തന്റെ ജീവിതകാലം മുഴുവനും ദൈവത്തിന് വേണ്ടി സമർപ്പിച്ചു. അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു. അബ്രഹാം ദൈവത്തിന്റെ സ്നേഹിതൻ എന്ന് വിളിക്കപ്പെട്ടു. We know about the righteous Abraham who was called as the friend of God. ഈ പൂർവിക പിതാക്കന്മാരെ മറന്നിട്ടല്ല നമ്മുടെ കർത്താവ് ഈ കാര്യം വെളിപ്പെടുത്തിയത്. Jesus said these words without forgetting the righteous people who lived in the Old Testament times. നമ്മൾ 94 സങ്കീർത്തനത്തിൽ വായിക്കുമ്പോൾ അതിന്റെ 14 വാക്യത്തില് അവിടെ പറയുന്നത്, ദൈവം തന്റെ ജനത്തെ കൈവിടുകയില്ല, തന്റെ ഭക്തന്മാരെ ഉപേക്ഷിക്കുകയുമില്ല. Psalms chapter 94 verse 19 says like this, he never forsakes his righteous people. ദൈവം ആരെയും തള്ളിക്കളഞ്ഞിട്ടല്ല, പക്ഷേ പലരും ദൈവത്തെ തള്ളിക്കളഞ്ഞ് അവർ പിന്മാറിപ്പോയതിന്റെ ഫലമായിട്ടാണ് അവരെ കുറിച്ച് ഇങ്ങനെ പറയാൻ ഇടയായി തീർന്നത്. Our God never abandoned his people nor forsake his people, but he talked about this about certain people. യെരമ്യാ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഈ കാര്യങ്ങളെ കുറിച്ച് യെരമ്യാ പ്രവാചകൻ വളരെ വ്യക്തമായിട്ട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. When we come into the book of Jeremiah, it is written very clearly there. എന്നാൽ യെരമ്യാവിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അതിന്റെ 1-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തില്, നിന്നെ ഉദരത്തിൽ നിന്ന് ഉരുവാക്കിയതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു, നീ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരുന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു, ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു എന്ന് യഹോവയായ ദൈവം അരുളിച്ചെയ്തു. Jeremiah chapter 1 verse 5 reads like this, before I formed you in the womb I knew you, and before you were born I consecrated you, I have appointed you a prophet to the nations. യെരമ്യാ പ്രവാചകൻ അനാഥോത്തിലെ പുരോഹിതന്മാരിൽ ഹിസ്കിയാവിന്റെ മകനായ യെരമ്യാവിന്റെ വചനം. The first verse is like this, the words of Jeremiah, the son of Hilkiah, of the priests who were in Anoth, in the land of Benjamin. ഈ യെരമ്യാ പ്രവാചകൻ ഒരു പുരോഹിതന്റെ മകനായിരുന്നു എന്ന് നമുക്ക് ആ ഭാഗം കൊണ്ട് മനസ്സിലാക്കാം. But just by reading that, we know that he was the son of a priest. അവൻ ഉരുവാകുന്നതിന് മുമ്പ് തന്നെ ദൈവം അവനെ അറിഞ്ഞു എന്നും അവൻ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരുന്നതിന് മുമ്പ് ദൈവം അവനെ വിശുദ്ധീകരിച്ചു, ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു എന്നും എഴുതിയിരിക്കുന്നു. Before he came out of the womb, the Lord knew him, and before he was born, he was consecrated, and he was appointed as a prophet to the nations. അങ്ങനെ ദൈവത്താൽ അറിഞ്ഞവരും വിശുദ്ധീകരിക്കപ്പെട്ടവനും നിയമിക്കപ്പെട്ടവനുമായ
യെരമ്യാ പ്രവാചകൻ പറയുന്ന കാര്യങ്ങൾ കേൾപ്പീൻ. So we read like he was formed and he was consecrated and he was appointed, and listen to his words. യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായത്തിന്റെ 30-31 വാക്യങ്ങൾ വായിക്കുമ്പോൾ Chapter 5 verse 30 and 31. വിസ്മയവും ഭയങ്കരമായിട്ടുള്ളത് ദേശത്ത് സംഭവിക്കുന്നു. We read like this. So an appalling and horrible thing has happened in the land. പ്രവാചകന്മാർ വ്യാജമായി പ്രവചിക്കുന്നു, പുരോഹിതന്മാരും അവരോട് ഒരു കൈയായി നിന്ന് അധികാരം നടത്തുന്നു. The prophets prophesy falsely, and the priests rule on their own authority, and my people love it so. എന്റെ ജനത്തിനോ അത് ഇഷ്ടമാകുന്നു, എന്നാൽ ഒടുക്കം നിങ്ങൾ എന്ത് ചെയ്യും? But what will you do at the end of it? ഈ പുരോഹിതന്മാരെ കുറിച്ചും പ്രവാചകന്മാരെ കുറിച്ചും ഇപ്രകാരം വിസ്മയവും ഭയങ്കരമായിട്ടുള്ള കാര്യങ്ങൾ പ്രസ്താവിക്കുവാൻ കാരണം അതിന്റെ 13-ാം വാക്യത്തിൽ നമ്മൾ പിന്നെയും വായിക്കുന്നു. About these prophets, it is written as a appalling and horrible thing, and we read more about that in verse 13. യഹോവയുടെ അരുളപ്പാട്, അവരൊക്കെയും ആവാലവൃദ്ധം ദ്രവ്യാഗ്രഹികൾ ആകുന്നു. This is the prophecy of God. They were all behind money. പ്രവാചകന്മാരും പുരോഹിതന്മാരും ഒരുപോലെ വ്യാജം പ്രവർത്തിക്കുന്നു. Both prophets and his servants, they were all working falsely. സമാധാനമില്ലാതിരിക്കെ സമാധാനം സമാധാനം എന്ന് അവർ പറഞ്ഞ് എന്റെ ജനത്തിന്റെ മുറിവിനെ ലഘുവായി ചികിത്സിക്കുന്നു. Even though there is no peace, they were trying to tie the wounds of his people. സമാധാനം ഇല്ലാത്തടത്ത് സമാധാനം, നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞ് എന്റെ ജനത്തിന്റെ മുറിവിനെ അവർ ലഘുവായി ചികിത്സിക്കുന്നു. They were trying to tie the wounds of his people even when there is no peace. അവരൊക്കെയും ആബാലവൃദ്ധം ദ്രവ്യാഗ്രഹികൾ ആകുന്നു. They were behind wealth. വാസ്തവത്തിൽ നാം ഈ കാര്യങ്ങളെ കുറിച്ച് കേൾക്കുന്ന ആ സമയത്ത് പ്രവാചകൻ ആദ്യം പറഞ്ഞത് വിസ്മയവും ഭയങ്കരമായ കാര്യങ്ങൾ. Here the prophet said the appalling and the horrible thing. 8-ാം അധ്യായത്തിൽ പിന്നെ നമ്മൾ വായിക്കുന്നത് 8-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം, 8-ന്റെ 10. Chapter 8 verse 10. പ്രവാചകന്മാരും പുരോഹിതന്മാരും ഒരുപോലെ വ്യാജം പ്രവർത്തിക്കുന്നു. യെരമ്യാ 8-ന്റെ 10. Verse 10 says like this: Therefore I will know their fields to new honors, because of the least even to the greatest, everyone is greedy for grain. സമാധാനമില്ലാതിരിക്കെ സമാധാനം സമാധാനം എന്ന് പറഞ്ഞ് അവർ എന്റെ ജനത്തിന്റെ പുത്രിയുടെ മുറിവിനെ ലഘുവായി ചികിത്സിക്കുന്നു. They were trying to treat the wounds without in vain. യെരമ്യാവിന്റെ പുസ്തകം തന്നെ 23-ാം അധ്യായത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു. 23-ാം അധ്യായം 1-ാം വാക്യം. 23-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. യെരമ്യാ 23-ന്റെ 1. എന്റെ മേച്ചൽപ്പുറത്തെ ആടുകളെ നശിപ്പിക്കുകയും ചിതറിക്കുകയും ചെയ്യുന്ന ഇടയന്മാർക്ക് അയ്യോ കഷ്ടം. Woe to the shepherds who are destroying and scattering the sheep of my pasture. അതിന്റെ 11-ാം വാക്യത്തിലെ പ്രവാചകനും പുരോഹിതനും ഒരുപോലെ വഷളന്മാരായിരിക്കുന്നു. Verse 11 says like this: For both prophet and priest are polluted. എന്റെ ആലയത്തിലും ഞാൻ അവരുടെ ദുഷ്ടത കണ്ടിരിക്കുന്നു എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. Even in my house I have found their wickedness, declares the Lord. 11-ാം വാക്യം ഞാൻ ഒന്നും കൂടെ വായിക്കാം. പ്രവാചകനും പുരോഹിതനും ഒരുപോലെ വഷളന്മാരായിരിക്കുന്നു, എന്റെ ആലയത്തിലും ഞാൻ അവരുടെ ദുഷ്ടത കണ്ടിരിക്കുന്നു എന്ന് യഹോവ അരുളിച്ചെയ്തു. Verse 11 says like this: For both prophet and priest are polluted, even in my house I have found their wickedness, declares the Lord. ഈ സാഹചര്യത്തിൽ 15-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 15-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഇപ്രകാരം വായിക്കുന്നു: യഹോവ എന്നോട് അരുളിച്ചെയ്തത്, മോശയും ശമൂവേലും എന്റെ മുമ്പാകെ നിന്നാലും എന്റെ മനസ്സ് ഈ ജനത്തിങ്കിലേക്ക് ചായുകയില്ല. Verse 15 verse 1 says like this: Then the Lord said to me, even though Moses and Samuel were to stand before me, my heart would not be with this people.
ഇവരെ എൻ്റെ മുമ്പിൽ നിന്ന് ആട്ടിക്കളക, അവർ പൊയ്ക്കൊള്ളട്ടെ. Send them away from my presence and let them go. ഞങ്ങൾ എവിടേക്ക് പോകേണ്ടു എന്ന് അവർ നിന്നോട് ചോദിച്ചാൽ നീ അവരോട് മരണത്തിനുള്ളവർ മരണത്തിനും വാളിനുള്ളവർ വാളിനും ക്ഷാമത്തിനുള്ളവർ ക്ഷാമത്തിനും പ്രവാസത്തിനുള്ളവർ പ്രവാസത്തിനും പോയിക്കൊള്ളട്ടെ എന്ന് പറഞ്ഞു. And it shall be that when they say to you, where should we go? Then you are to tell them, thus says the Lord, those destined for death to death, and those destined for the sword to the sword, and those destined for famine to famine. അവരെ ആട്ടിക്കളക, അവർ പോയിക്കൊള്ളട്ടെ. And those let them go from this captivity to their captivity. യഹോവയായ ദൈവം തന്റെ ഏകജാതനായ പുത്രനെ ലോകത്തിലേക്ക് അയക്കുവാനായിട്ട് ഇതാ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. അവരൊക്കെ പോയിക്കൊള്ളട്ടെ. The God Almighty has decided to send His only begotten Son. Let them all go. ഇവിടെ യെരമ്യാവിന്റെ പുസ്തകം 23-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു. Jeremiah 23 verse 4. അവരെ മേയ്ക്കേണ്ടതിന് ഞാൻ ഇടയന്മാരെ നിയമിക്കും. I will also raise up shepherds over them. അവ ഇനി പേടിക്കുകയില്ല, ഭ്രമിക്കുകയില്ല. And they will not be afraid any longer. കാണാതെ പോകുകയുമില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. And they will never be missing. ഈ ശേഷിച്ചവരെ, അതാണ് അവിടെ പറഞ്ഞിരിക്കുന്ന 4-ാം അധ്യായം 3-ാം വാക്യത്തില്, എൻ്റെ ആട്ടിൻകൂട്ടത്തിൽ ശേഷിച്ചിരിക്കുന്നവയെ ഞാൻ അവയെ നീക്കിക്കളഞ്ഞിരിക്കുന്ന സകല ദേശങ്ങളിൽ നിന്നും ശേഖരിച്ച് അവിടെ പുൽപ്പുറങ്ങളിലേക്ക് വീണ്ടും കൊണ്ടുവരും. Verse 3 says like this, then I myself will gather the remnant of my flock out of all the countries where I have driven them and bring them back to their pasture. അവ വർദ്ധിച്ചേ പെരുകും. They will be increasing. അവയെ മേയ്ക്കേണ്ടതിന് ഞാൻ ഇടയന്മാരെ നിയമിക്കും. And they will be fruitful and there will be shepherds to take care of them. യഹോവയായ ദൈവം പറയുന്നു, ഞാൻ എൻ്റെ ജനത്തെ മേയ്ക്കേണ്ടതിന്, എൻ്റെ ആടുകളെ മേയ്ക്കേണ്ടതിന് ഇടയന്മാരെ നിയമിക്കും. The Lord Almighty says, I will also raise up shepherds over them and they will tend them. നമ്മുടെ കർത്താവ് പത്രോസുമായി സംസാരിക്കുന്ന ഒരു സമയത്ത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിലെ 18-ാം വാക്യത്തില് ഞാൻ എൻ്റെ സഭയെ പണിയും എന്ന് പറഞ്ഞിരിക്കുന്നു. When Jesus talked to Peter, he said that I will build my church. ഞാൻ എൻ്റെ സഭയെ പണിയും. I will build my church. അവിടെ സഭയെ പണിയും എന്ന് പറഞ്ഞപ്പോൾ യേശു പത്രോസിനെ വിളിച്ച്, യോഹന്നാന്റെ മകനായ ശിമോനെ, നീ ഇനിയും ശിമോൻ എന്നല്ല, നിന്റെ പേര് കേഫ അഥവാ പത്രോസ് എന്ന് വിളിക്കപ്പെടും എന്ന്. Jesus called Peter and said, your name is no more Simon and will call you Kepha, and same like Peter. പത്രോസ് എന്ന വാക്കിനർത്ഥം ഒരു ചെറിയ കല്ല്, a small pebble, ഒരു ചെറിയ കല്ല് എന്നാണല്ലോ അർത്ഥം. The meaning of the word Peter is a pebble. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ ഈ പാറമേൽ പണിയും എന്ന്. Jesus said, I will build my church on this rock. പാറയുടെ ഒരു ഭാഗമായി പത്രോസിനെ കർത്താവ് വേർതിരിച്ച് തന്റെ ആലയത്തിൽ പണിയുവാനായി തീരുമാനിച്ചു കഴിഞ്ഞു. യേശു പത്രോസിനോട് പറയുന്നത്, ഞാൻ എൻ്റെ സഭയെ പണിയും എന്ന്. Jesus decided that Peter will be part of that building, and Jesus has decided to build his church on the rock. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തില് നമ്മൾ ഇപ്രകാരം വായിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം മുതൽ ഇപ്പോൾ വായിക്കുമ്പോൾ, ക്രിസ്തുയേശുവിനെ മൂലക്കലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിൽ മേൽ പണിതിരിക്കുന്നു. Ephesians chapter 2 verse 20 onwards, it says like this, having been built on the foundation of the apostles and prophets, Christ Jesus himself being the cornerstone. അവനിൽ കെട്ടിടം മുഴുവനും യുക്തമായി ചേർന്ന് കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു. In whom the whole building being fitted together is growing into the holy temple in the Lord. അവനിൽ നിങ്ങളെ ദൈവത്തിന്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ച് പണിതു വരുന്നു. In whom you also are being built together into the dwelling of God in the Spirit. ഒന്നാമത് പറഞ്ഞത്, നിങ്ങളെ ക്രിസ്തുയേശുവിന്റെ മൂലക്കല്ലിനോട് ചേർത്ത്, അഥവാ ക്രിസ്തുയേശുവിന്റെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. The first thing that we read here is having been built on the foundation of the apostles and prophets, Christ Jesus himself being the cornerstone.